ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, മനുഷ്യന് ചെയ്യുവാൻ സാധിക്കാത്ത പല കാര്യങ്ങളും ഈ ലോകത്തിലുണ്ട്. നമ്മുടെ ജീവിതത്തിലും നമ്മൾക്ക് ലഭിക്കാത്ത പല കാര്യങ്ങളും ഉള്ളപ്പോൾ ഇന്ന് ദൈവം നമ്മൾക്ക് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം, ആ തിരുവചനം നമ്മൾ ആവർത്തിച്ച് വായിക്കുകയോ എഴുതുകയോ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് കരുതുന്ന കാര്യം ദൈവം സാധ്യമാക്കി തരുന്നത് കാണുവാൻ സാധിക്കും. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 27-ാം തിരുവചനം. അവൻ പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ജീവിത പ്രശ്നങ്ങളെ നോക്കി വിഷമിച്ച് നിൽക്കുന്ന ഏതൊരാൾക്കും ഞാൻ അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും എന്ന് ചിന്തിക്കുന്ന ഏതൊരാൾക്കും ആ പ്രശ്നത്തെ കർത്താവിൻ്റെ മുന്നിലേക്ക് സമർപ്പിച്ചുകൊണ്ട് 33 തവണ എഴുതുകയോ ഉറക്കെ ബൈബിൾ എടുത്തു പിടിച്ച് വായിക്കുകയോ ചെയ്താൽ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായം 27-ാം തിരുവചനം, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് എഴുതി ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ എന്താഗ്രഹിച്ചുവോ അത് നടക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ആ കാര്യം ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. ഉടനടി നടക്കേണ്ട കാര്യമാണെങ്കിൽ പോലും ദൈവം മനുഷ്യന് അസാധ്യമായിട്ടുള്ള കാര്യമാണ്, എന്നാൽ ദൈവത്തിന് സാധ്യമാണ്, ഈ കാര്യം ദൈവം എനിക്ക് ഈ നിമിഷം ചെയ്തു തരും എന്ന് ഉറച്ചു വിശ്വസിക്കാൻ ആ നിമിഷം തന്നെ ദൈവം മനുഷ്യന് വേണ്ടി അത് ചെയ്തു കൊടുക്കുന്നത് കാണുവാൻ സാധിക്കും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും കരുണയും സമാധാനവും സമർത്ഥമായിട്ട് നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ ദൈവവചനത്തിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏതൊരു പ്രശ്നവും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളിൽ നിന്നും മാറിപ്പോകട്ടെ എന്നും, നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടതാണെങ്കിൽ സാധിച്ചു കിട്ടട്ടെന്നും പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.